ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ബർഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും തേങ്ങാ ബർഫി. മധുരപ്രിയർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബർഫി ആയിട്ടുമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഒരു ഗ്ലാസ് നിറച്ച് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല അരമൂടി തേങ്ങ, നല്ല വെളുത്ത പാർട്ട് മാത്രം എടുക്കുക. തേങ്ങയുടെ ചിരട്ടയോട് ചേർന്നുള്ള കറുത്ത ഭാഗങ്ങളൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് നിറച്ച് തേങ്ങ എടുക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ അങ്ങനെ ചുരണ്ടി വയ്ക്കുക. നെയ്യ് വേണം, പാല്, കുറച്ച് വെള്ളം, പഞ്ചസാര, ഏലക്ക, പിന്നെ ഈ ഒരു തവി നിറച്ച് തന്നെ ഞാൻ നെയ്യ് എടുക്കുവാണ്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു തവി നെയ്യ് നമുക്ക് എടുത്തൊഴിക്കാം. അത് ചെറുതായിട്ടൊന്ന് മെൽറ്റായാൽ മാത്രം മതി. നമുക്ക് ഒരുപാട് ചൂട് പുകഞ്ഞൊന്നും കിടക്കണ്ട. നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതേ പാനിലേക്ക് തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചൂടാക്കാവുന്നതാണ്. തേങ്ങ ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ആ സെയിം ഗ്ലാസ്സിൽ അര കപ്പ് പഞ്ചസാര അര ഗ്ലാസ് തന്നെ പഞ്ചസാര എടുക്കുക. അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ പഞ്ചസാര എടുത്തതിൻ്റെ ആ ഗ്ലാസിൻ്റെ തന്നെ അരഭാഗം വീണ്ടും. അപ്പോൾ ആദ്യത്തെ ഗ്ലാസിൻ്റെ കാൽഭാഗമെങ്കിലും വെള്ളം എടുത്ത് നമുക്ക് പഞ്ചസാര പാവ് ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു. അത് ചൂടായി വരുമ്പോൾ നമ്മുടെ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഒരു നൂൽ പാകത്തിൽ നമുക്ക് പാവ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ സെയിം പാനിൽ തന്നെ ഈ എല്ലാ പ്രോസസ്സും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ തേങ്ങ നമുക്ക് ചതച്ചെടുക്കണം. അതിലേക്കായിട്ട് തേങ്ങയും പാലും അത്രയും മാത്രമേ വേണ്ടൂ. നമ്മൾ ഏലക്ക പൊടിച്ച് വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് പൊടിച്ച് വെച്ചത് ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കത് നല്ലവണ്ണം മെൽറ്റ് ചെയ്തെടുത്ത് നമുക്ക് ഇതിനെ ഒരു നൂൽ പരുവത്തിലേക്ക് ആക്കാം. ഒരു നൂൽ പരുവം എന്ന് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇനി തേങ്ങ നമുക്ക് ചിരണ്ടിയതിനെ നമുക്കൊക്കെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് പാലൊഴിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പാക്കറ്റ് പാല് വാങ്ങുന്ന സെയിം പാല് തന്നെയാണ് എടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒന്ന് കറക്കിയെടുത്താൽ മതി, പൾസ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ചതയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് നേരമായി, ഒരു 6-7 മിനിറ്റായി. അപ്പോൾ നല്ലവണ്ണം പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ വെള്ളം നല്ലോണം വറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പാവ് കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം പതഞ്ഞ് വരുന്നത് കണ്ടോ. അപ്പോൾ സ്റ്റിക്കായിട്ടുണ്ട്. ഒരു നൂൽ പരുവത്തിലുള്ള ആ ഒരു സ്റ്റിക്കിനെസ് മതിയാവും. ഇനി നമ്മൾക്ക് ധാരാളം തേങ്ങ നമുക്ക് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലവണ്ണം കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റോളം നമുക്ക് ഇതിങ്ങനെ വഴറ്റിയെടുക്കാനുണ്ട്. നമ്മുടെ പഞ്ചസാര നമ്മുടെ തേങ്ങയിലോട്ട് നല്ലവണ്ണം യോജിച്ച് വരണ്ടേ. അതുവരത്തേക്ക് നമുക്കിതിനെങ്ങനെ ചൂടാക്കി യോജിപ്പിച്ചുകൊണ്ട് എടുക്കണം. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് നമ്മുടെ തേങ്ങാ ബർഫി. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും. മധുരം പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു അര ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എത്രയാണോ അതിൻ്റെ നേർ പകുതി പഞ്ചസാര എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് കുറച്ചുകൂടെ കുറവായാലും കുഴപ്പമൊന്നുമില്ല, കൂടണ്ട. നല്ല പാകമായിട്ടുള്ള ഒരു മധുരമാണ് ഈ അരഭാഗം എടുക്കുമ്പോൾ. കുറച്ച് കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള മധുരം കുറയുന്നേ ഉള്ളൂ. അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ആ രീതിയിൽ അങ്ങ് ചെയ്യുക. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ എൻ്റെ സ്കൂൾ കാലയളവിൽ കൂടുതൽ കഴിച്ചിട്ടുള്ള ഒരു മധുരം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ചെല്ലുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് വീട്ടിൽ വന്നിട്ട് കടയിൽ പോകുന്ന സമയങ്ങളിലൊക്കെ കടയിൽ ചെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അമ്മമാർ ഒരു 5-10 പൈസ നമുക്ക് തരും. ആ കാലത്തിൽ അത്രയൊക്കെ മതിയല്ലോ. അപ്പോൾ ഒരു 25 പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങാ ബർഫി വാങ്ങാൻ പറ്റും. അപ്പോൾ അന്ന് ഞാൻ കൂടുതലും കഴിച്ചിരിക്കുന്നത് തേങ്ങാ ബർഫിയാണ്. ഏറ്റവും ഇഷ്ടമാണ്. ഇത് ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ ഇത് പകർത്താൻ പോകുന്നത് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി വയ്ക്കുക. ഇടയ്ക്ക് നമുക്ക് ഇത് പാകമായി വരുന്ന സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കണം, അത് മറക്കണ്ട. അപ്പോൾ നമുക്ക് നല്ലവണ്ണം തേങ്ങയിലോട്ട് നമ്മൾ പഞ്ചസാര യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് അതിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ കമ്പൈനായി വരും. പക്ഷേ നമുക്ക് മൈസൂർ പാവിനോളം തന്നെ പേടിക്കാനൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാം. ഒരുപാട് ഇപ്പോൾ നമ്മൾ വഴറ്റിയത് കൂടിപ്പോയത് കൊണ്ടൊന്നും ഒരു പ്രോബ്ലവും വരില്ല.
ഒരു പേടിയില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബർഫി തന്നെയാണ് തേങ്ങാ ബർഫി. അതുമാതിരി നമുക്കിപ്പോൾ ഡീമോൾഡ് ചെയ്യാൻ നമ്മളുടെ സ്റ്റൗ ഓഫ് ചെയ്ത് ഉടനെ അയ്യോ പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചില്ലല്ലോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അതിന് ശേഷവും നമുക്കതങ്ങ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമുക്ക് വയ്ക്കുക. പിന്നെ ഒരു 10 നിമിഷം കഴിഞ്ഞിട്ട് മതിയാവും നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട്. ഏത് രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കത്തി കൊണ്ട് വരഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് മേൽവശമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അല്ലേ. അതിനാക്കി ഇങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുക. എന്നതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ പുറകിൽ കുറച്ച് നെയ്യ്, വളരെ ഒരു 2-3 ഇറ്റ് നെയ്യ് എടുത്ത് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വയ്ക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. നമ്മളൊരു ഫെസ്റ്റിവൽ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തലേ ദിവസം, ഇന്നാണ് നമുക്ക് ഫെസ്റ്റിവൽ എന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ടെക്സ്ചർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നന്നായിട്ട് കറക്റ്റായിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ ആ സ്ക്വയർ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ലോണം ആറിയതിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. ആ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ്, നമുക്ക് തേങ്ങയുടെയൊക്കെ പുറം വശം നല്ലോണം ഡ്രൈ ആയിട്ടും അകം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ടെക്സ്ചർ കറക്റ്റ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യൂ. ഇപ്പോൾ നമുക്ക് നല്ല 10 മിനിറ്റ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുന്നു. നെക്സ്റ്റ് ഡേ ആണ് ഞാനിത് നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാൻ നോക്കുക. അപ്പോഴേ നമുക്ക് അത് അതിൻ്റെ ഷേപ്പിൽ എടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. നല്ലൊരു റെസിപ്പിയാണ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, കീപ്പ് ഓൺ വാച്ചിങ് രജനി കിച്ചൻ. താങ്ക് യു ഫോർ വാച്ചിങ്.